നമസ്കാരം. PK ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സീരീസിലൂടെ കൃതികളും കഥാപാത്രങ്ങളും ഭാഗം 4ലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ കൃതിയാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതി രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. കഥാപാത്രങ്ങളാണ് തേതിക്കുട്ടി, തങ്കം, ദേവകി മാനമ്പിള്ളി, ഉണ്ണി, ദേവീബഹൻ. ഒന്നുകൂടി പറയാം, അഗ്നിസാക്ഷി എന്ന കൃതി രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. കഥാപാത്രങ്ങളാണ് തേതിക്കുട്ടി, തങ്കം, ദേവകി മാനമ്പിള്ളി, ഉണ്ണി, ദേവീബഹൻ. ഇനി ഈ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? നമുക്കൊരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം. തേതിക്കുട്ടിയെ തീയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. തേതിക്കുട്ടിയെ തീയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ തീയിലൊക്കെയാണ് ഈ തങ്കം ഉരുക്കുന്നത് അല്ലേ? അപ്പോൾ ആ തങ്കം എന്ന പേരും നമുക്ക് കിട്ടി. ഇനി ഈ തങ്കമൊക്കെ ഉരുക്കിയിട്ട് ആഭരണങ്ങളാക്കിയിട്ട് ആരുടെ വിഗ്രഹത്തിലാണ് ചാർത്തുന്നത്? ദേവിയുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ഒക്കെ വിഗ്രഹത്തിലാണ് ചാർത്തുന്നത്. അപ്പോൾ ദേവകി മാനമ്പിള്ളി എന്ന പേര് നമുക്ക് കിട്ടി. ഇനി മറ്റൊരു പേരുണ്ട്, ഉണ്ണി. അടുത്ത പേരാണ് ദേവീബഹൻ. അപ്പോൾ അഗ്നിസാക്ഷി എന്ന കൃതി രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. കഥാപാത്രങ്ങളാണ് തേതിക്കുട്ടി, തങ്കം, ദേവകി മാനമ്പിള്ളി, ഉണ്ണി, ദേവീബഹൻ. അടുത്ത കൃതിയാണ് നെല്ല്. നെല്ല് എന്ന കൃതി രചിച്ചത് T. വത്സലയാണ്. കഥാപാത്രങ്ങളാണ് മല്ലൻ, മാര, ചാത്തൻ, കുറുമാട്ടി. നെല്ല് എന്ന കൃതി രചിച്ചത് T. വത്സലയാണ്. കഥാപാത്രങ്ങളാണ് മല്ലൻ, മാര, ചാത്തൻ, കുറുമാട്ടി. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും? നമുക്കറിയാം, പണ്ട് കാലത്ത് പാടത്തൊക്കെ കൊയ്യാൻ വന്നിരുന്ന ആളുകളുടെ പേര് ഇങ്ങനെയായിരുന്നു അല്ലേ? പഴയ പേരുകൾ ഏതൊക്കെയായിരുന്നു? മല്ലൻ, മാര, ചാത്തൻ, കുറുമാട്ടി. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാം, നെല്ല് എന്ന കൃതി രചിച്ചത് T. വത്സലയാണ്. കഥാപാത്രങ്ങളാണ് മല്ലൻ, മാര, ചാത്തൻ, കുറുമാട്ടി. ഇനി അടുത്ത കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ. അടുത്ത കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഈ കൃതി രചിച്ചത് T.K. ബാലകൃഷ്ണനാണ്. ഈ കൃതി രചിച്ചത് T.K. ബാലകൃഷ്ണനാണ്. കഥാപാത്രങ്ങൾ കർണൻ, പാഞ്ചാലി. കർണൻ, പാഞ്ചാലി എന്നിവരാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കൃതിയും കഥാപാത്രങ്ങളും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? നമുക്കറിയാം, ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുക അല്ലേ? അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആരെയാണ്? കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ T.K. ബാലകൃഷ്ണൻ എന്ന പേര് നമുക്ക് കിട്ടി. ഇനി കഥാപാത്രങ്ങളെ നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കും? കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കർണനെയും പാഞ്ചാലിയെയും കൂടെ ഓർത്ത് വെക്കുക. കർണൻ, പാഞ്ചാലി. കഥാപാത്രങ്ങളാണ് കർണൻ, പാഞ്ചാലി. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി രചിച്ചത് P.K. ബാലകൃഷ്ണനാണ്. കഥാപാത്രങ്ങളാണ് കർണൻ, പാഞ്ചാലി. കർണൻ, പാഞ്ചാലി. അടുത്ത കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. അടുത്ത കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. ഈ കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. പെരുമ്പടവം ശ്രീധരനാണ്. കഥാപാത്രങ്ങളാണ് ദസ്തയോവസ്കി, അന്ന. ദസ്തയോവസ്കി, അന്ന. ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. കഥാപാത്രങ്ങളാണ് ദസ്തയോവസ്കി, അന്ന. ദസ്തയോവസ്കി, അന്ന. അപ്പോൾ വിശ്വപ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഫിയോദർ ദസ്തയോവസ്കിയുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ് ഈ കൃതിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടമാണ് ഈ കൃതിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ദസ്തയോവസ്കിയും അന്നയും. ദസ്തയോവസ്കിയും അന്നയും. അടുത്ത കൃതിയാണ് നാർമടിപ്പുടവ. നാർമടിപ്പുടവ. ഈ കൃതി രചിച്ചത് സാറാ തോമസ് ആണ്. സാറാ തോമസിന്റെ കൃതിയാണ് നാർമടിപ്പുടവ. ഇനി കഥാപാത്രങ്ങളാണ് കനകം, കസ്തൂരി, കാഞ്ചന. കനകം, കസ്തൂരി, കാഞ്ചന. എങ്ങനെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് വെക്കും? പുടവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉടുപ്പാണല്ലേ? നമ്മൾ ഈ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ്? ആഭരണങ്ങൾ അല്ലേ? സ്വർണ്ണത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഇടും. അപ്പം നമുക്ക് കഥാപാത്രങ്ങളെ കണക്ട് ചെയ്ത് വെക്കാം. ആരൊക്കെയാണ്? കനകം. കനകമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അല്ലേ? കനകം. കസ്തൂരി, കസ്തൂരി. ഇനി കാഞ്ചന. കാഞ്ചന എന്ന് പറയുമ്പോൾ കാഞ്ചനം ആയിട്ട് കണക്ട് ചെയ്യാം. അതും സ്വർണം തന്നെയാണ്. അപ്പം നാർമടിപ്പുടവ. ഈ കൃതി രചിച്ചത് സാറാ തോമസ് ആണ്. കഥാപാത്രങ്ങൾ കനകം, കസ്തൂരി, കാഞ്ചന. അതായത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ്, പുടവയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ്? പുതിയ ആഭരണങ്ങളൊക്കെ ഇടും. ഏത്? സ്വർണ്ണത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഇടും. അപ്പൊ അങ്ങനെ നമുക്ക് കഥാപാത്രങ്ങളെയും കിട്ടി. കനകവും കാഞ്ചനയും പിന്നെന്താണ്? കസ്തൂരിയും. കനകം, കാഞ്ചന, കസ്തൂരി. കനകം, കസ്തൂരി, കാഞ്ചന. 3 കഥാപാത്രങ്ങളെയും നമുക്ക് കിട്ടി. അടുത്ത കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ.
കർത്താവ് എം മുകുന്ദനാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങൾ ദാസൻ, ചന്ദ്രിക, ദാമു റൈറ്റർ, ലെസ്ലി സായിപ്പ്. കഥാപാത്രങ്ങൾ ദാസൻ, ചന്ദ്രിക, ദാമു റൈറ്റർ, ലെസ്ലി സായിപ്പ്. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും? പുഴയുടെയൊക്കെ തീരത്ത് ഒരു സായിപ്പ്, ലെസ്ലി സായിപ്പ് വന്ന് കിടക്കുകയാണ്. ആരെ നോക്കിയാ കിടക്കുന്നേ? ചന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രികയെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കൂടെ ഒരു ദാസനുണ്ട്. ദാമു ആണ് ആ ദാസൻ, ദാമു റൈറ്റർ ആണ് ആ ദാസൻ. അപ്പോൾ നമുക്ക് കഥാപാത്രങ്ങളെ കിട്ടി. ആരൊക്കെയാണ്? ദാസൻ, ചന്ദ്രിക, ദാമു റൈറ്റർ, ലെസ്ലി സായിപ്പ്. ദാസൻ, ചന്ദ്രിക, ദാമു റൈറ്റർ, ലെസ്ലി സായിപ്പ്. അടുത്ത കൃതിയാണ് ദൈവത്തിന്റെ വികൃതികൾ. കൃതി രചിച്ചത് എം മുകുന്ദൻ തന്നെയാണ്. കഥാപാത്രങ്ങൾ അൽഫോൺസ് അച്ഛൻ, മാഗി മാതാമ. അപ്പോൾ ഈ ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അച്ഛൻ അല്ലേ, പള്ളിയിലൊക്കെയുള്ള അച്ഛന്മാർ. അപ്പം നമുക്ക് അങ്ങനെ കഥാപാത്രത്തെ കണക്ട് ചെയ്ത് വെക്കാം. അൽഫോൺസ് അച്ഛൻ എന്ന കഥാപാത്രം നമുക്ക് കിട്ടി. ഇനി അടുത്തതാരാണ്? മാഗി മദാമ. ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ്. കഥാപാത്രങ്ങളാണ് അൽഫോൺസ് അച്ഛൻ, മാഗി മദാമ. അടുത്ത കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. ഈ കൃതി രചിച്ചതും എം മുകുന്ദൻ തന്നെയാണ്. ഇനി കഥാപാത്രങ്ങളാണ് അപ്പുക്കുട്ടൻ, EMS ശരവണൻ. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി രചിച്ചതാരാണ്? എം മുകുന്ദനാണ്. കഥാപാത്രങ്ങളാണ് അപ്പുക്കുട്ടൻ, EMS ശരവണൻ. അടുത്ത കൃതിയുടെ പേരാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഈ കൃതി രചിച്ചതും എം മുകുന്ദനാണ്. കഥാപാത്രങ്ങളാണ് രമേശൻ, സുജ. ഇനി നമ്മൾ ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? ഈ മണിയൊക്കെ ഇല്ലേ അമ്പലത്തിലെ, ഇതൊക്കെ വളരെ ഉയരത്തിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് അല്ലേ? കെട്ടിയിട്ടിരിക്കുന്നത് വളരെ ഉയരത്തിലാണ്. അപ്പം നമുക്കവിടെ മണിയൊന്ന് അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു മേശയിൽ കയറി നിൽക്കണം എന്ന് ചിന്തിക്കുക. അപ്പോൾ രമേശൻ എന്ന പേര് നമുക്ക് കിട്ടി. ഇനി ആരാണ് ഈ മണി അടിക്കാൻ പോകുന്നത്? സുജയാണല്ലേ. അപ്പോൾ 2 കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടി, രമേശൻ, സുജ. ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു എന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ്. കഥാപാത്രങ്ങളാണ് രമേശൻ, സുജ എന്നിവരാണ് കഥാപാത്രങ്ങൾ. അടുത്ത കൃതിയാണ് നൃത്തം എന്ന കൃതിയുടെ കർത്താവാണ് എം മുകുന്ദൻ. ഈ കൃതിയുടെ കഥാപാത്രങ്ങളാണ് അഗ്നി, ശ്രീധരൻ. ഇനി ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും? അഗ്നിയില് നൃത്തം ചെയ്യുകയാണെന്ന് കണക്ട് ചെയ്യുക. അഗ്നിയിൽ ആരാണ് നൃത്തം ചെയ്യുന്നത്? ശ്രീധരനാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നൃത്തം എന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ്. കഥാപാത്രങ്ങൾ അഗ്നി, ശ്രീധരൻ. അടുത്ത കൃതിയാണ് പ്രവാസം എന്ന കൃതിയും രചിച്ചത് ആരാണ്? എം മുകുന്ദൻ തന്നെയാണ്. കഥാപാത്രങ്ങൾ ഗിരി, അശോകൻ, കൊട്ടിയത്ത് കുമാരൻ. ഒന്നുകൂടി പറയാം, പ്രവാസം എന്ന കൃതി രചിച്ചതാരാണ്? എം മുകുന്ദനാണ്. കഥാപാത്രങ്ങളാണ് ഗിരി, അശോകൻ, കൊട്ടിയത്ത് കുമാരൻ. ഈ ഗിരിയും അശോകനും കുമാരനും ഒക്കെ കൂടി പ്രവാസ ജീവിതത്തിനായിട്ട് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കണക്കാക്കുക. ഇനി അടുത്തതാണ് ഖസാക്കിന്റെ ഇതിഹാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചത് ആരാണ്? OV വിജയൻ തന്നെയാണ്. OV വിജയനാണ് ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചത്. ഇതിലെ കഥാപാത്രങ്ങളാണ് രവി, മൈമുന, നൈസാമലി, അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക. ആരൊക്കെയാണ്? രവി, മൈമുന, നൈസാമലി, അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് ആരാണ്? OV വിജയനാണ്. കഥാപാത്രങ്ങളാണ് രവി, മൈമുന, നൈസാമലി, അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക. രവി, മൈമുന, നൈസാമലി, അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക. അടുത്ത കൃതിയാണ് ഗുരുസാഗരം എന്ന കൃതി രചിച്ചതാരാണ്? OV വിജയനാണ്. ഗുരുസാഗരം എന്ന കൃതി രചിച്ചത് OV വിജയനാണ്. ഇനി ഇതിലെ കഥാപാത്രങ്ങളാണ് കുഞ്ഞുണ്ണി, ശിവാനി, കല്യാണി. എല്ലാം ഈ കുട്ടികളുടെ പേരുകളാണല്ലേ. ഒന്നുകൂടി പറയാം, ഗുരുസാഗരം എന്ന കൃതി രചിച്ചതാരാണ്? OV വിജയനാണ്. ഇതിലെ കഥാപാത്രങ്ങളാണ് കുഞ്ഞുണ്ണി, ശിവാനി, കല്യാണി. ഇനി നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് ആരൊക്കെ? കുഞ്ഞുണ്ണി, ശിവാനി, കല്യാണി. കുഞ്ഞു കുട്ടികളുടെ പേരാണല്ലേ. അപ്പൊ കുഞ്ഞുണ്ണി, ശിവാനി, കല്യാണി ഇവരൊക്കെ ആരാണ്? ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. ഗുരുസാഗരം എന്ന കൃതി രചിച്ചതാരാണ്? OV വിജയനാണ്. കഥാപാത്രങ്ങൾ കുഞ്ഞുണ്ണി, ശിവാനി, കല്യാണി. അടുത്ത കൃതിയാണ് ധർമ്മപുരാണം എന്ന കൃതി രചിച്ചതാരാണ്?
OV വിജയൻ തന്നെയാണ്. ധർമ്മപുരാണം എന്ന കൃതി രചിച്ചത് OV വിജയനാണ്. കഥാപാത്രങ്ങൾ പരാശരൻ, പ്രജാപതി, സിദ്ധാർത്ഥൻ. പരാശരൻ, പ്രജാപതി, സിദ്ധാർത്ഥൻ. ധർമ്മപുരാണം എന്ന കൃതി രചിച്ചത് OV വിജയനാണ്. കഥാപാത്രങ്ങളാണ് പരാശരൻ, പ്രജാപതി, സിദ്ധാർത്ഥൻ. ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും? നമുക്കറിയാം, പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഈ കൃതിയിലെ കഥാപാത്രങ്ങൾക്കും. പരാശരൻ, പ്രജാപതി, സിദ്ധാർത്ഥൻ, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ധർമ്മപുരാണം എന്ന കൃതി രചിച്ചത് OV വിജയനാണ്. കഥാപാത്രങ്ങൾ പരാശരൻ, പ്രജാപതി, സിദ്ധാർത്ഥൻ. അവസാനത്തെ കൃതിയാണ് കാറ്റ് പറഞ്ഞ കഥ. കാറ്റ് പറഞ്ഞ കഥ. ഈ കൃതി രചിച്ചത് ആരാണ്? OV വിജയനാണ്. ഈ കൃതി രചിച്ചതും OV വിജയനാണ്. കഥാപാത്രമാണ് തെയ്യുണ്ണി. കഥാപാത്രമാണ് തെയ്യുണ്ണി. കാറ്റ് പറഞ്ഞ കഥ എന്ന കൃതി രചിച്ചത് OV വിജയനാണ്. കഥാപാത്രമാണ് തെയ്യുണ്ണി. കാറ്റ് പറഞ്ഞ കഥ രചിച്ചത് OV വിജയൻ. കഥാപാത്രം തെയ്യുണ്ണി. അപ്പോൾ ഇന്നത്തെ കൃതികളും കഥാപാത്രവും എന്ന ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്ത് കാണാം. നന്ദി.